IDTR എന്ന് പറഞ്ഞ് ഈ ഇൻസ്ട്രക്ടർമാർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു 3 മാസത്തെ കോഴ്സ് ഉണ്ട്. എടപ്പാൾ എന്ന് നമ്മളെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിലാണ് ആ കോഴ്സ് നടത്തുന്നത്. ആ കോഴ്സ് 3 മാസം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻസ്ട്രക്ടർ ലൈസൻസായി. ഈ ഡിപ്ലോമ IT ഹോൾഡർ പോണ്ട. ഇത് ഞങ്ങൾ ഇർഷിലൈസിംഗ് IPS ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഇൻസ്ട്രക്ടർ ഫുൾ ടൈം ഇല്ലെന്ന് പറഞ്ഞ് ഒരു സ്കൂൾ അടച്ചപ്പോൾ ഇതേപോലെ ഒരു സമരമൊക്കെ ഉണ്ടായി. അന്ന് ആര്യാടൻ മുഹമ്മദ് സാറായിരുന്നു ഗതാഗത മന്ത്രി. ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു തീരുമാനമാണ്. അന്ന് ജ്യോതിലാൽ സാറാണ് ഗതാഗത സെക്രട്ടറി ആയിരുന്നു. ആ എടപ്പാളിലെ ഇൻസ്ട്രക്ടർ ലൈസൻസ് ആയിട്ട് പരിഗണിക്കും. എടപ്പാളിൽ നമ്മളെ മോട്ടോർ വാഹന വകുപ്പ് 3 മാസത്തെ ട്രെയിനിങ് നൽകി കൊടുക്കുന്ന ലൈസൻസ് ഇൻസ്ട്രക്ടർ ലൈസൻസ് ആയിട്ട് പരിഗണിക്കുന്നു. അത് ഞങ്ങൾ ആ ലൈസൻസ് ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകാർ എടുത്തിട്ടുണ്ട്. 3000 രൂപയായിരുന്നു ഫീസ്. ഇപ്പോൾ അത് ഒറ്റയടിക്ക് 37,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. നിങ്ങളത് മനസ്സിലാക്കണം. IDTRന്റെ ക്ലാസ് എടപ്പാളിൽ മോട്ടോർ വാഹന വകുപ്പാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ആ ക്ലാസ്സിന് 3000 രൂപ ഫീസായിരുന്നത് 37,500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഒരു ചർച്ചയില്ല, ഒന്നുമില്ല, ഏകപക്ഷീയമായ തീരുമാനം. ഈ ഫീസിനെ ഞങ്ങൾ പറയുന്നത് ആ ഫീസ് ഒന്ന് കുറച്ച് 3000 എന്നുള്ളൊരു 6000 ആക്കാം, അല്ലെങ്കിൽ 7000 ആക്കാം. ഈ 37,500 എന്ന് പറയുമ്പോൾ ഈ സാധാരണ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരൻ അവൻ 1 മാസം 3 മാസം അവിടെ ചെന്ന് നിൽക്കുന്നതേ അവന്റെ കുടുംബ പോക്കാണ്. അപ്പം ഈ ഫീസ് ഇതൊക്കെ ഏകപക്ഷീയമായിട്ടാണ് ചെയ്യുന്നത്, കൂടിയാലോചനകളില്ല. അപ്പൊ ആ ഫീസ് കുറയ്ക്കണം. ഇതാണ് നമ്മളെ ഒരു ആവശ്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വാഹനങ്ങളുടെ കാലപ്പഴക്കം നിങ്ങൾക്കെല്ലാം അറിയാം. ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് പോലും 22 വർഷം കാലാവധിയുണ്ട്. ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാഹനങ്ങളെല്ലാം പുതിയ വാഹനം എടുത്തിട്ട് ഇപ്പം നമ്മളൊരു 100 ഡ്രൈവിംഗ് സ്കൂൾ എടുത്ത ഒരു 10 ഡ്രൈവിംഗ് സ്കൂള് സെറ്റിൽഡ്, വെൽ സെറ്റിൽഡ് ആണ്, സാമ്പത്തികമൊക്കെ ഉള്ളവരാണ്. അവർ പുതിയ വാഹനമൊക്കെ എടുക്കും. പക്ഷേ ഈ 90% ഡ്രൈവിംഗ് സ്കൂളുകളും പഴയ വാഹനങ്ങളെടുത്ത് പണി ചെയ്ത് കൊണ്ടുവന്ന് ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നവരാണ്. അപ്പൊ അവരെടുത്ത് അവർക്ക് ഈ 15 വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നല്ല ടിപ്പായിട്ട് വെച്ചിരിക്കും. കാരണം അന്നുള്ള പണി ചെയ്താണ് വെച്ചിരിക്കുന്നത്. അത് ഒറ്റയടിക്ക് അങ്ങ് 22 വർഷമൊക്കെയാണ്. നമ്മളിവിടുത്തെ ഓട്ടോറിക്ഷയ്ക്ക് പോലും 22 വർഷം കൊടുത്തിട്ടുണ്ട്. പൊതുജനങ്ങളെ കയറ്റി ഓടുന്ന ഓട്ടോറിക്ഷയ്ക്ക് പോലും 22 വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആവശ്യം അത് 22 വർഷം എന്നാണ്. അപ്പം ഇദ്ദേഹം അത് 18 വർഷം സൗജന്യം ചെയ്യുമ്പോൾ 18 വർഷമാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, ഒരു പൊതുസമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണക്കിൽ, ഗതാഗത വകുപ്പിന്റെ കണക്കിൽ തന്നെ 2.5 ലക്ഷം അപേക്ഷ കെട്ടിക്കിടക്കുകയാണ്. ഞങ്ങളെയൊക്കെ കണക്ക് മനോരമ പത്രത്തിലും കേരളാവധിയിലെല്ലാം വന്ന് നിങ്ങളെല്ലാം കണ്ടുകാണും. 10 ലക്ഷത്തോളം അപേക്ഷയാണ്, ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷ കെട്ടിക്കിടക്കുകയാണ്. ആ പോട്ട് നമ്മൾ ഈ സർക്കാർ പറഞ്ഞ കണക്ക് അംഗീകരിക്കാം. 2.5 ലക്ഷം അപേക്ഷ കെട്ടിക്കിടക്കുന്നു. ഈ 2.5 ലക്ഷം അപേക്ഷ കെട്ടിക്കിടക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സീരിയസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവര് ലേണിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് ഇവർക്ക് 30 ദിവസം ക്ലാസ് കൊടുത്തിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരൻ ക്ലാസ് കൊടുത്ത് സജ്ജമാക്കി നിർത്തിയവരാണ് ഇവര്. അവരാണ് പെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ സ്ലോട്ടിൽ ഒരു ME 60 എണ്ണം വെച്ച് ചെയ്തിട്ട് പോലും തീരുന്നില്ല. ഈ പെൻഡിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 30 ദിവസം ക്ലാസ് കൊടുത്ത് സജ്ജമാക്കി നിർത്തുന്നതിന്റെ ചെലവ് നിങ്ങൾ ഊഹിക്കണം. അവര് പലരും വിദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, മറ്റ് വിദ്യാഭ്യാസ പഠിച്ചുകൊണ്ടിരുന്നിടത്ത് ലീവ് എടുത്ത് വന്നവരുണ്ട്. ആ 2.5 ലക്ഷം പേര് പുറത്തു നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ? ആ പെൻഡിങ് ലൈസൻസ് തീർക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇദ്ദേഹം പറയും ഞങ്ങൾ അത് എൻഫോഴ്സ്മെന്റ് ചെയ്യും, അത് ചെയ്യുമെന്ന്. ഇത്രയും ദിവസമായിട്ട് ഈ 1.5-2 മാസമായിട്ട് ആരും വന്നിട്ടുമില്ല, അതിലൊരു പെൻഡിങ് തീർത്തിട്ടുമില്ല. അപ്പൊ നിങ്ങളിത് കാണുമ്പോൾ അതൊന്ന് ചോദിക്കണം. അപ്പൊ ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. നമ്മൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, അദ്ദേഹം പറയണ പരിഷ്കരിക്കുന്നത് കഴിഞ്ഞ LDF സർക്കാർ ഇവിടെ ഭരണം തുടങ്ങിയിട്ട് 8 വർഷമാവും. 8 വർഷം കൊണ്ട് LDF സർക്കാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ എത്ര മന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്നു? ഇന്ന് വനം മന്ത്രിയായിരിക്കുന്ന ശശീന്ദ്രനെല്ലാം ഗതാഗത മന്ത്രി. ഈ മന്ത്രിമാരെല്ലാം ചെയ്തത് വൃത്തികേട്, മോശം. കേരളത്തിലെ ഇന്നലെ വരെ കൊടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം മോശം.
ഞാനിതാ ഒരു പുതിയ ലൈസൻസ് കൊടുക്കുകയാണ്, അന്തസ്സുള്ള ലൈസൻസ് കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു അന്തസ്സും ഇല്ലാതെയാണ് ഇത് പറയണത്. ഞങ്ങളൊരു പുതിയ ഇതൊക്കെ കേൾക്കുമ്പം തന്നെ എന്താ. അപ്പൊ ഇന്നലെ വരെ ചെയ്ത കേരളത്തിന്റെ മോട്ടോർ വാഹന വകുപ്പിനെ ലോകരാജ്യങ്ങൾ വരെ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളൊരു വിദേശ രാജ്യത്ത് പോയാലും കേരളത്തിന്റെ ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു അംഗീകാരമുണ്ട്. അത് ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെയോ അവരൊന്നും നേട്ടമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആ കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ടുള്ളതാണ്. അതിനെല്ലാം വെറും മോശമായി അദ്ദേഹം ചിത്രീകരിക്കുകയാണ്. അതെല്ലാം മോശം. പുതിയതാ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഞാൻ ഗൾഫിൽ പോയാണ് ലൈസൻസ് എടുത്തത്. വലിയ അഭിമാനത്തോടെ അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചതാണ്, നമ്മളെപ്പോലെ സാധാരണ കുടുംബത്തിലല്ല. അപ്പൊ അദ്ദേഹത്തിന് എവിടെ പോയാണോ ലൈസൻസ് എടുക്കുക, ആ സാഹചര്യം ജീവിത സാഹചര്യം ഉണ്ടാകും. കേരളത്തിലെ സാധാരണ ജനങ്ങളൊക്കെ ഗൾഫിൽ പോയി ലൈസൻസ് എടുക്കാക്കുമോ മന്ത്രിയെ പോലെ? അപ്പൊ ആ കാഴ്ചപ്പാട്, അവിടുത്തെ റോഡും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും ആ ലൈസൻസും അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തെറ്റിദ്ധാരണകൾ തിരുത്തണം. ഞങ്ങൾ ഈ പറഞ്ഞതിൽ ഒരു പോയിന്റ് വീണ്ടും പറയാണ്, കളവ് പറയണ പരിപാടി നിർത്തണം. കാരണം അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട് വച്ചിട്ട് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തീരുമാനങ്ങളെല്ലാം അംഗീകരിച്ച് തന്നു എന്ന് പറയുന്നത് ഒരു ശുദ്ധ കളവാണ്. അതുകൂടെ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തെ കാണാൻ.